ഉടമസ്ഥരായ ആ സഹോദരന്മാരുടെ നീറുന്ന ഹൃദയം, വേദനിക്കുന്ന ഹൃദയം, ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഈ ലോകത്തിൽ നമുക്കെന്തെല്ലാം ഉണ്ടായാലും എൻ്റെ യേശുവിൻ്റെ കരങ്ങൾ നമുക്ക് വേണ്ടി നീട്ടപ്പെടുന്നില്ല എങ്കിൽ ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടായാലും അതെല്ലാം വട്ടപൂജ്യമാണ്. അതുകൊണ്ടാ ദാവീദ് പറഞ്ഞത്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി, എന്റെ നാവിൽ ഒരു പുതിയ പാട്ട് തന്നു. ആൻഡ് ഐ വിൽ സിംഗ്, ആൻഡ് ഐ വിൽ സിംഗ്. പ്രിയ വിശ്വാസ സമൂഹമേ, ഞാനിവിടെ നിർത്തുകയാണ്. ഇനിയും കുറേ ചിന്തകൾ പറയാനുണ്ട്, പക്ഷെ സമയം അനുവദിക്കുന്നില്ല. ഇവിടെ നിർത്തുകയാണ്. ഈ രാത്രിയിൽ നോക്കൂ, എൻ്റെ യേശു, അവൻ എന്നെ മരുഭൂമിയുടെ ചുട്ടുപൊല്ലുന്ന പ്രതലങ്ങളിലും ഞാൻ ഇരിക്കേണ്ടി വരുമ്പോഴും അവൻ എനിക്ക് വേണ്ടി പച്ചപ്പുല്ലൊരുക്കുന്നവനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ സാധ്യതകളൊക്കെ ചെറുതാണെങ്കിൽ പോലും അവയെ വളർത്താൻ എൻ്റെ യേശുവിന് സാധിക്കും. ഒന്നും അവൻ എഴുതി തള്ളുന്നില്ല. ആരെയെങ്കിലും എഴുതി തള്ളിയാൽ ആ തള്ളുന്നവരെ മൂലക്കല്ലാക്കി അവൻ തീർക്കുന്നവനാണ്. ഒന്നിനെയും തള്ളാതെ എല്ലാത്തിനെയും സ്വീകരിക്കുന്ന കർത്താവ്. നിങ്ങൾ ജീവിതത്തിൻ്റെ മറുകര കൂടി കാണേണ്ടവരാണ്. ആ മറുകരയിൽ പ്രതികൂലങ്ങളുണ്ട്, ആഞ്ഞടിക്കുന്ന കാറ്റുകളുണ്ട്. നിങ്ങൾ അതിനെതിരെ നിൽക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോകുന്നവരാ. എങ്കിലും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നിങ്ങളെ കണ്ടു. നാം എവിടെയായിരിക്കുന്നുവോ അവിടെ നമ്മളെ കാണുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, എൻ്റെ യേശുവിൻ്റെ കണ്ണുകൾ. ഇൻ ദി അൺഎക്സ്പെക്റ്റഡ് മൊമെന്റ്സ് ഓഫ് അവർ ലൈഫ്, ഒരിക്കലും പ്രതീക്ഷിക്കാനില്ലാത്തപ്പോൾ എൻ്റെ അടുക്കൽ വരുന്ന എൻ്റെ യേശു. ഇൻ ദി മോസ്റ്റ് പെർപ്ലക്സ്ഡ് മൊമെന്റ്സ് ഓഫ് അവർ ലൈഫ്, തകർന്നും കലങ്ങിയും ഭയന്നും ഒക്കെ ഇരിക്കുമ്പോൾ കർത്താവ് പറയുക, ധൈര്യമുള്ളവനായിരിക്കുക, ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. അവൻ കൈ നീട്ടി പത്രോസിനെ പിടിച്ചുയർത്തിയ ആ അനുഭവം, എന്നെയും നിങ്ങളെയും അവൻ കൈപിടിച്ചുയർത്തുന്നവന്. നോക്കൂ, ഈ ലോകം ആ കരങ്ങളെ ക്രൂശിൽ ആണികളാൽ തറച്ചു. ഇനിയും ഈ കരങ്ങൾ ഒരിക്കലും ഉപയോഗപ്രദമാകരുത്. എന്നാൽ ഈ കൈകൾ തന്നെയാണ് എന്നെയും നിങ്ങളെയും ഇന്ന് ഇവിടെ ഈ പന്തലിൽ എത്തിച്ചിരിക്കുന്നത്. എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതും നിങ്ങളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നതും നിർത്തിയിരിക്കുന്നതും എൻ്റെ യേശുവിൻ്റെ കരങ്ങളാണ്. ആ ആണിപ്പഴുതുള്ള കരങ്ങൾ. ലുക്ക് at the hands of Jesus. There is a wound, and that wound is representing my healing. അവൻ്റെ മുറിവുകൾ എൻ്റെ സൗഖ്യത്തിനു വേണ്ടിയുള്ളതാണ്, എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ളതാണ്. എൻ്റെ പ്രിയ ദൈവജനമേ, നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം, ആ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാം. എൻ്റെ യേശുവിൻ്റെ ആ നല്ല സാന്നിധ്യം അനുഭവിപ്പാൻ എന്നെയും നിങ്ങളെയും സഹായിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പരമപിതാവേ, അവിടുത്തെ ദൈവികമായ കൃപയിൽ
ഈ രാത്രി കൂടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന വലിയ കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ മാധുര്യമാർന്ന വചനത്തിൽ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം. കർത്താവേ, ജീവിതത്തിൻ്റെ കാറ്റും കോളും നിറഞ്ഞ അനുഭവങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണെന്ന് രാത്രികാലം കേൾപ്പിച്ചതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ നിർജ്ജന പ്രദേശങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ടല്ലോ. ഞങ്ങളുടെ മരുഭൂമിയെ പുൽപ്പുറമാക്കി തീർക്കുന്ന ഒരു ദൈവം ഞങ്ങളോട് കൂടെയുണ്ടല്ലോ. ഞങ്ങളെ തള്ളിക്കളയുന്ന അവസരങ്ങളിൽ ഞങ്ങളെ പ്രിയപ്പെടുന്ന ഒരു കർത്താവ് ഞങ്ങളോട് കൂടെയുള്ളതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളെ കൈനീട്ടി അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ടല്ലോ. ഭയപ്പെടേണ്ട എന്ന് ഞങ്ങളോട് കൽപ്പിച്ച് അരുളി ചെയ്യുന്ന ഒരു ദൈവം ഞങ്ങളോട് കൂടെയുണ്ടല്ലോ. ആ വലിയ വചനം ഇന്ന് ഞങ്ങളോട് പങ്കിടുവാൻ തക്കവണ്ണം അഭിമന്യ തിരുമേനിയെ എടുത്ത് ഉപയോഗിച്ചതോർത്ത് സ്തോത്രം. അനേക ആയിരങ്ങളെ തീയിൽ നിന്ന് വലിച്ചെടുപ്പാൻ തക്കവണ്ണം കർത്താവ് തുടർന്നും ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ കൺവെൻഷൻ്റെ കഴിഞ്ഞ 60 വർഷക്കാലം വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഈ പ്രദേശത്ത് വാരി വിതറിയ വചനങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ ദൈവിക കൃപകൾ പ്രാപിച്ച് തുടർന്നും ഈ പ്രദേശത്ത് കർത്താവിൻ്റെ സാക്ഷികളായി നിർത്തുവാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തുടർന്നുള്ള മീറ്റിങ്ങുകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നാളെ നടക്കുന്ന വിശുദ്ധ കുർബാനയിൽ അവിടുത്തെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. കർത്താവെ, ഞങ്ങളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ഭദ്രാസനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. ഞങ്ങൾ കേട്ട ദൈവവചനം ഒന്നും നഷ്ടപ്പെട്ടു പോകുവാനിടയാകരുതേ. അനുഗ്രഹകരമായ ഫലം കായ്ക്കുന്ന ജീവിതത്തിന്റെ ഉടമകളായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളൊന്നും ഓർക്കരുത് കർത്താവേ. അങ്ങയോട് ചേർന്ന് ഫലം കായ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. പാട്ട് പാടുന്ന അവസരത്തിൽ നമുക്ക് സ്തോത്ര കാഴ്ച സ്വീകരിക്കാം. ആരും എഴുന്നേൽക്കണ്ട. സ്തോത്ര കാഴ്ച എടുക്കുവാൻ ഉള്ളവർ മാത്രം അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേൽക്കുക, സ്തോത്ര കാഴ്ച എടുക്കുക. ആശീർവാദം കഴിഞ്ഞതിന് ശേഷമേ പോകാവൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. നാളെ രാവിലെ 7:30 മണിക്ക് വിശുദ്ധ കുർബാന ശുശ്രൂഷ ആരംഭിക്കും. 72ാമത്തെ പാട്ട് പാടാം.
എല്ലാവർക്കും എഴുന്നേൽക്കാം. ബഹുമാനപ്പെട്ട ജേക്കബ് പോൾ അച്ഛൻ ഈ സമയത്ത് പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥാപിതാവേ, വീണ്ടും ഞങ്ങളെ തിരുമുമ്പാകെ എടുത്തു വരിക കർത്താവേ. രാത്രി സമയത്ത് അവിടുന്ന് ഞങ്ങളോട് കൃപയോടുകൂടെ സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. ദൈവമായ കർത്താവേ, ലോക ജീവിതത്തിൻ്റെ എല്ലാ പരിസ്ഥിതികളിലും അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് അവിടുത്തെ കരം പിടിച്ച് ഞങ്ങളെ നടത്തുന്ന ദൈവമാണ് എന്ന് ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അവിടുത്തെ സാന്നിധ്യബോധത്താൽ ഞങ്ങളെല്ലാം ഇപ്പോഴും നയിക്കണമേ. ഞങ്ങളുടെ പരിവരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിൽ, ജീവിതത്തിൻ്റെ ഉഷരഭൂമികളിൽ കർത്താവെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, കർത്താവെ ഓളക്കങ്ങൾ, തിരമാലകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള അനുഭവങ്ങളിൽ ആഞ്ഞടിക്കുമ്പോഴെല്ലാം കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് ഉത്തമ സഖിയായി, നല്ല തുണയായി ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവെ, അവിടുത്തെ കരം പിടിച്ച് അവിടുത്തെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനുഗ്രഹീത ജീവിതത്തിൻ്റെ ഉടമകളായി ഈ ലോകത്തിലെ കർത്താവെ ക്രിസ്ത്യമായുള്ള സാക്ഷ്യം നിറവേറ്റുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ സംസാരിച്ച് അവിടുത്തെ തിരുദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഫലകരമായി ഏറ്റവും അനുഗ്രഹീതമായുള്ള നേതൃത്വം സഭയ്ക്കും സമൂഹത്തിനും ഭദ്രാസനത്തിനും നൽകുവാൻ തക്കൊണ്ട് നിന്റെ മകനെ അധികമായി എടുത്തുപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനം കേട്ട് ഞങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകുന്നതിന്, നശിച്ചു പോകുന്നതിന് ഇടയാകാതെ 30, 60, 100 പേര് ഫലം കായ്പാൻ ഞങ്ങളെല്ലാവരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ വിശുദ്ധ ദിവസത്തിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ കർത്താവെ. വിശുദ്ധിയോടെ തിരുമേശയെ സംബന്ധിപ്പാൻ, തുടർന്ന് സമാപന സമ്മേളനത്തിൽ കർത്താവെ ഒരുക്കത്തോടുകൂടെ പങ്കെടുത്ത് ദൈവജനത്തിലൂടെ അനുഗ്രഹീതമായുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിപ്പാൻ, ലോക ജീവിതത്തിൽ വെളിച്ചങ്ങളായി ഉപ്പായി കർത്താവെ പ്രകാശിപ്പാൻ, ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമുള്ള എല്ലാ കൃപകളും ഒരുത്തിൽ ദാനം ചെയ്യണമേ. ഈ രാത്രി ഞങ്ങൾ ഉറങ്ങുമ്പോൾ നിന്റെ സാന്നിധ്യം നൽകി കർത്താവെ അവിടുത്തെ ശക്തിയോടുകൂടി ഉണർന്നെഴുന്നേറ്റ് അവിടത്തേക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആഗമനമായി കൺവെൻഷൻ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. തുടർന്നും കർത്താവെ നിന്റെ കൃപ സാന്നിധ്യം കൂടെ ഇരുന്ന ഈ പുതിയ വർഷത്തിൽ അനുഗ്രഹിക്കുന്നതുമായുള്ള ജീവൻ നയിപ്പാൻ ഈ വചനങ്ങളെല്ലാം ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, ദൈവികമായിട്ടുള്ള കൃപകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ദൈവനാമം മഹത്വം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും കാവലും നമ്മളെല്ലാവരുടെ മേലും എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന് വഴി നടത്തുമാറാകട്ടെ.